മാന്യ പ്രേക്ഷകർക്കും ലൂതറൻ അവർ മിനിസ്ട്രീസ് ക്രിസ്ത്യൻ മീഡിയ സെന്റർ സംഘടിപ്പിക്കുന്ന സ്വർഗസുധ എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ധ്യാനവചസ്, ദൈവസംഗീതം, സുബിൻസ് കൗൺസിലിംഗ് ടോക്ക്, കുട്ടിയോളും ഞാനും, ദൈവസന്നിധി തുടങ്ങി 5ഓളം സെഗ്മെന്റുകളാണ് ഈ പ്രോഗ്രാമിൽ അണിനിരക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കൂടുതൽ ദീർഘിപ്പിക്കാതെ തന്നെ നമുക്ക് ഇന്നത്തെ സെഗ്മെന്റുകളിലേക്ക് കടക്കാം. ആദ്യ സെഗ്മെന്റ് ധ്യാനവചസ്. ശ്രദ്ധയോടെ നമുക്ക് വചന സന്ദേശത്തിലേക്ക് കടക്കാം. പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. വീണ്ടും ഒരു അനുഗ്രഹീതമായ ദിനത്തിൽ ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുവാൻ, ദൈവവചനത്തിന് കാതോർക്കുവാൻ ദൈവം നൽകിയ ഈ സമയത്തെക്കുറിച്ച് ഓർത്ത് ദൈവത്തിന് നന്ദിയും സ്തുതിയും സ്തോത്രം അർപ്പിക്കുന്നു. അല്പനേരത്തെ ചിന്തയ്ക്കായി എടുത്തതായ വേദഭാഗം 1 ശമൂവേലിൻ്റെ പുസ്തകം 30-ാമത്തെ അധ്യായം, അതിൻ്റെ 1 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. അതിൻ്റെ 22, 23 വാക്യങ്ങളിൽ ദാവീദിനോടൊപ്പം ഉണ്ടായിരുന്ന 400 പേർ 200 പേർക്ക് വിരുദ്ധമായി സംസാരിക്കുകയും തങ്ങൾ നേടി വന്നതായ നന്മയുടെ ഓഹരി മുൻപ് നമ്മളോട് ഒപ്പം ഉണ്ടായിരുന്നവരും എന്നാൽ ഇപ്പോൾ നമ്മളോടൊപ്പം ഇല്ലാത്തവരുമായവർക്ക് നൽകരുത് എന്ന് ദാവീദിനോട് പറയുകയും ചെയ്യുന്നതാണ് നമ്മൾ വായിക്കുന്നത്. ദാവീദിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ ഈ സാഹചര്യം എന്ന് പറയുന്നത്, ശൗലിനെ ഭയന്ന് ദാവീദ് ഫെലിസ്ത്യരെ അഭയം തേടുകയും ഫെലിസ്ത്യ രാജാവായ ആഖീഷിൻ്റെ അടുക്കൽ അവനോടൊപ്പം സഞ്ചരിക്കുകയും ചെയ്തു വന്നതായി നമ്മൾ വായിക്കുന്നു. ഏറെ നാളുകൾ ആഖീഷിനൊപ്പം ദാവീദായിരുന്നു. ശൗലിനെ വിട്ട് മറ്റൊരു ദേശത്തേക്ക് വരുമ്പോൾ സിക്ലാഗിൽ ആഖീഷ് ദാവീദിനും അവൻ്റെ കുടുംബത്തിനും താമസിക്കുന്നതിനായി ഒരു ഇടം നൽകുകയും അവൻ്റെ കുടുംബം അവിടെ താമസിക്കുകയും അവൻ്റെ തലമുറകളിൽപ്പെട്ടവരൊക്കെ അവിടെ നിൽക്കുകയും ഒക്കെ ചെയ്യുന്നു. ആഖീഷിനൊപ്പം ദാവീദ് വിവിധ ദേശങ്ങളിൽ ആഖീഷിനൊപ്പം യുദ്ധം ചെയ്യുവാനും ആഖീഷിന് വേണ്ടി പ്രവർത്തിക്കുവാനുമൊക്കെ ദാവീദ് അവനോടൊപ്പം സഞ്ചരിക്കുന്നു. എന്നാൽ കുറച്ച് നാളുകൾ കഴിയുമ്പോൾ ഫെലിസ്ത്യരായിരുന്നത് കൊണ്ട് തന്നെ ദാവീദിനോട് ആഖീഷിനോടൊപ്പം ഉള്ളവർക്ക് വിരുദ്ധത തോന്നുകയും ദാവീദിനെ അവിടെ നിന്ന് പറഞ്ഞയക്കുകയും ചെയ്യുന്നു. അവിടെ നിന്ന് പറഞ്ഞയക്കപ്പെടുന്ന സാഹചര്യത്തിൽ ദാവീദ് തിരികെ തൻ്റെ കുടുംബം വസിച്ചിരുന്ന സിക്ലാഗിലേക്ക് കടന്നു വരുമ്പോൾ ആ പ്രദേശം അമാലേക്യരാൽ ആക്രമിക്കപ്പെട്ട് തനിക്കുള്ളവരൊക്കെ പിടിച്ചുകൊണ്ടുപോയി എന്നാണ് അവിടെ കാണുവാൻ സാധിക്കുന്നത്. അതിനെ തുടർന്ന് ദാവീദ് തന്നോടൊപ്പം 600 പേരെ തിരഞ്ഞെടുത്ത് ആ 600 പേരുമായി അമാലേക്യരുടെ പിന്നാലെ കടന്നു ചെന്ന് അവരെ ആക്രമിച്ച് തനിക്ക് നഷ്ടമായി പോയവരെ തിരികെ തൻ്റെ നാട്ടിലേക്ക്, താൻ വസിച്ചിരുന്ന ഇടത്തേക്ക് കൊണ്ടുവരുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. പലവിധമാകുന്ന പ്രതിസന്ധികളുടെ ഒരു ജീവിത കാലഘട്ടമാണ് നമുക്ക് ദാവീദിൽ കാണുവാൻ കഴിയുന്നത്. ഓരോ കാലഘട്ടത്തിലും വ്യത്യസ്തമാകുന്ന പ്രയാസങ്ങൾ ദാവീദിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. നന്നേ ബാല്യത്തിൽ ദാവീദിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ശൗലിന് പകരക്കാരനായി ദാവീദിനെ തിരഞ്ഞെടുക്കുവാൻ ശമൂവേൽ പ്രവാചകൻ അവിടേക്ക് ചെല്ലുമ്പോൾ ദാവീദിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് അവൻ്റെ അപ്പൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ട് വനാന്തരങ്ങളിലായിരുന്നു എന്നാണ്. ആ വനാന്തരങ്ങളിലായിരുന്ന കാലഘട്ടത്തിൽ ദാവീദിൻ്റെ ആടുകളെ പിടിക്കുന്നതിന് കടന്നു വരുന്ന വന്യമൃഗങ്ങളെ ദാവീദിന് നേരിടേണ്ടി വന്നു എന്ന് നമ്മൾ വായിക്കുന്നു. അവിടെ നിന്ന് ശമൂവേൽ പ്രവാചകനാൽ ഇസ്രായേലിൻ്റെ വരുങ്കല രാജാവായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ശൗലിൻ്റെ കൊട്ടാരത്തിലേക്ക് കടന്നു വരുമ്പോൾ ശൗലിൻ്റെ മനോവിഭ്രാന്തി മാറ്റുന്നതിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന ഒരു തലത്തിലായിരിക്കുമ്പോൾ പോലും ദാവീദിനെതിരെ ശൗൽ തിരികെയും ശൗൽ അവനെ കൊല്ലുവാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നു. കാലങ്ങളേറെ കഴിഞ്ഞ് വീണ്ടും ദാവീദിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവൻ്റെ ജീവിതത്തിൻ്റെ വീഴ്ച കൊണ്ട് തന്നെ അവൻ്റെ കുഞ്ഞ് നഷ്ടപ്പെടുന്നുണ്ട്. ഏറെ കാലങ്ങൾ കഴിയുമ്പോൾ അബ്സലോം അവനെതിരെ തിരിയുന്നുണ്ട്. ഇങ്ങനെ
ജീവിതത്തിൻ്റെ ഓരോ കാലഘട്ടങ്ങളിലും വ്യത്യസ്തമാകുന്ന പ്രതിസന്ധികളും പോരാട്ടങ്ങളുമൊക്കെ ദാവീദിൻ്റെ ജീവിതത്തിൽ അലയടിക്കുമുണ്ടായി. എന്നാൽ ഈ പ്രയാസങ്ങളൊക്കെ കടന്നു വരുന്ന വേളകളിൽ, ഈ ബുദ്ധിമുട്ടുകളൊക്കെ കടന്നു വരുന്ന വേളകളിൽ ദാവീദ് തൻ്റെ ജീവിതത്തെ ഓരോ കാലഘട്ടത്തിൽ നിന്ന് മറ്റൊരു കാലഘട്ടത്തിലേക്ക്, ഉയർച്ചയിലേക്ക് പടുത്തുയർത്തുന്നതായിട്ടാണ്, അല്ലെങ്കിൽ ഉയർച്ചകളുടെ പടി ചവിട്ടിക്കയറി വരുന്നതായിട്ടാണ് നമുക്ക് വേദപുസ്തകത്തിൽ നിന്ന് കാണുവാൻ കഴിയുക. എവിടെ നിന്നാണ് ദാവീദിന് ഈ അനുഗ്രഹം സാധ്യമായത്? അല്ലെങ്കിൽ എന്താണ് ദാവീദിനെ ഇങ്ങനെ ഈ പ്രതികൂലങ്ങളുടെ നടുവിൽ നിന്ന് ഉയർച്ചകളുടെ പടികൾ ചവിട്ടിക്കയറുവാൻ തക്കവണ്ണം അവനെ പ്രാപ്തനാക്കിയത്? ഇവിടെ നാം വായിച്ചതായ വേദഭാഗത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ തൻ്റെ കുടുംബവും തൻ്റെ കുഞ്ഞുങ്ങളും തന്നോടൊപ്പമുള്ളവരും അമാലേക്യരാൽ പിടിക്കപ്പെട്ട് ഇങ്ങനെ കടത്തപ്പെട്ട് കഴിയുന്ന വേളയിൽ ദാവീദോ അവിടെ നമ്മൾ വായിക്കുന്നത് യഹോവയിൽ ധൈര്യപ്പെട്ടു എന്നാണ്. യഹോവയിൽ ധൈര്യപ്പെടുന്ന ഒരു അനുഭവം, ദൈവത്തിങ്കൽ പൂർണ്ണമായി തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു അനുഭവം ദാവീദിൻ്റെ ശക്തിയായിരുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇസ്രായേൽ ജനതയെ ഗോലിയാത്ത് വെല്ലുവിളിക്കുന്നു. ഇസ്രായേലിൽ ആരെങ്കിലും തന്നെ കീഴടക്കുവാൻ സാധിക്കുന്നവരായി ഉണ്ടെങ്കിൽ എനിക്കെതിരെ വരിക എന്ന് പറയുമ്പോൾ ഇസ്രായേലിൻ്റെ രാജാവായ ശൗലും അവൻ്റെ സൈന്യവും അവൻ്റെ ഉള്ളവരും ഇങ്ങനെ ഭീതിജനകമായി തങ്ങളുടെ ഭവനങ്ങളിലായിരിക്കുമ്പോൾ, അരമനകളിലായിരിക്കുമ്പോൾ അവിടെ ആട്ടിടയനായിരുന്ന ദാവീദ് ഇസ്രായേലിന് വേണ്ടി തൻ്റെ രാജാവിന് പകരമായി യുദ്ധം ചെയ്യുവാൻ കടന്നു ചെല്ലാം എന്ന് പറഞ്ഞ് ഗോലിയാത്തിനെതിരെ യുദ്ധം ചെയ്യുവാൻ കടന്നു പോകുന്ന ഒരു സാഹചര്യം നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ ഗോലിയാത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഗോലിയാത്ത് ദാവീദിനെ നോക്കിയിട്ട് അവനെ കളിയാക്കി സംസാരിക്കുന്നതാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. നീ ഒരു കുഞ്ഞു ബാലനല്ലോ, നീ തിരികെ പോക എന്നാണ് ദാവീദിനോട് പറയുന്നത്. അപ്പോൾ ദാവീദ് അതിന് മറുപടിയായി പറയുന്ന ഒരു വാക്യമുണ്ട്, യഹോവയായ ദൈവം ഇന്ന് നിൻ്റെ ജീവനെ എൻ്റെ കൈകളിൽ തരും എന്നുള്ളതാണ്. യഹോവയായ ദൈവം ഇന്ന് നിൻ്റെ ജീവനെ എൻ്റെ കൈകളിൽ തരും. നോക്കുക, അത്രമാത്രം ധൈര്യമാണ് യഹോവയായ ദൈവത്തിങ്കൽ അവന് ഉണ്ടായിരുന്നത്. ഏത് സാഹചര്യങ്ങളിലും ദൈവത്തെ ഇങ്ങനെ മുറുകെ പിടിക്കുന്ന, ദൈവം എൻ്റെ ശക്തിയാണ് എന്ന് പറയുന്ന ദാവീദിനെ നമുക്ക് കാണുവാൻ കഴിയും. വേദപുസ്തകത്തിൽ ദാവീദ് എഴുതിയതായിട്ടാണ് ഏറ്റവും അധികം സങ്കീർത്തനങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 59-ാമത്തെ സങ്കീർത്തനം നമ്മൾ പഠിക്കുന്നത് അത് ശൗൽ ദാവീദിനെ ആക്രമിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആരാധനയോടുകൂടി എഴുതിയ സങ്കീർത്തനമെന്നാണ്. 3-ാമത്തെ സങ്കീർത്തനം നമ്മൾ പഠിക്കുമ്പോഴും അതിനെക്കുറിച്ച് പറയുന്നത് അബ്ശലോം തൻ്റെ പിതാവായ ദാവീദിന് എതിരെ തിരിയുന്ന വേളയിൽ ദാവീദ് എഴുതിയതാണ്. ഈ ഭാഗങ്ങളിലൊക്കെ ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കുന്ന ദാവീദിനെയാണ് നമുക്ക് കാണുവാൻ കഴിയുക. നോക്കുക, ആ ധൈര്യമാണ്, ആ ബലമാണ് ഇന്ന് അമാലേക്യരെ കീഴടക്കുവാൻ തക്കവണ്ണം ദാവീദിന് ശക്തി പകർന്നത് എന്ന് കാണുവാൻ കഴിയും. ഈ അമാലേക്യർക്കെതിരെ യുദ്ധത്തിന് പോകുമ്പോൾ അവിടെ ദാവീദ് ആദ്യം 600 പേരെ തന്നോടൊപ്പം തിരഞ്ഞെടുത്തു എന്നാണ് നമ്മൾ വായിക്കുന്നത്. എന്നാൽ ഇങ്ങനെ നടന്ന് യാത്ര ചെയ്ത് സഞ്ചരിക്കുന്ന വേളയിൽ അങ്ങനെ ആ യാത്രയിൽ തങ്ങളുടെ യാത്ര തുടരുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ് ഞാൻ ക്ഷീണിതനാണ്, പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് 200ഓളം പേർ ദാവീദിൽ നിന്ന് പിൻവാങ്ങുന്നുണ്ട്. അവർ യാത്രാ മധ്യേ വഴിയിൽ അവിടെ തങ്ങി എന്നാണ് നമ്മൾ വായിക്കുന്നത്. ബാക്കി വരുന്ന 400 പേരുമായിട്ടാണ് വലിയൊരു സൈന്യത്തെ നേരിടുവാൻ ദാവീദ് പുറപ്പെടുന്നത്. ആ പുറപ്പെടുന്ന ദാവീദ് വിജയിയായിട്ടാണ് തിരികെ കടന്നു വരുന്നത്. അവിടെ ശക്തി എന്താണ്? ബലം എന്താണ്? ദൈവാശ്രയമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദാവീദ് കാണിച്ചു തരുന്ന വലിയൊരു മാതൃക ഇതാണ്. നമ്മെ നടത്തുന്ന ദൈവത്തെ ശരിയായി മുറുകെ പിടിക്കുന്ന, അല്ലെങ്കിൽ അവനെ പിൻപറ്റുന്ന അനുഭവങ്ങൾ നമുക്കുണ്ടാകണം. ഇന്ന് പലപ്പോഴും നമ്മൾ ഈ ദൈവത്തെ മറക്കുന്ന ജീവിത സഞ്ചാര പാതയിലാണ് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് യൗവനക്കാരുടെ ഇടയിൽ ദൈവാലോചനകളും ദൈവിക ചിന്തകളും ആരാധനകളും നന്നേ കുറഞ്ഞു വരുന്ന ഒരനുഭവമാണ് ഇന്ന് പലരിലും നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ നോക്കുക, പ്രതിസന്ധിയാകട്ടെ, സന്തോഷമാകട്ടെ, അനുഗ്രഹമാകട്ടെ, ഏത് ജീവിത സാഹചര്യമോ ആകട്ടെ, അവൻ ദൈവത്തിൽ ധൈര്യപ്പെടുന്ന ഒരനുഭവം നമുക്ക് കാണുവാൻ കഴിയുന്നു. അതിൻ്റെ ഫലം എന്താണ്? ഇവിടെ അവൻ ദൈവ ആശ്രയത്തിൽ നിന്നുകൊണ്ട് വിജയം വരിച്ച്, തനിക്ക് പരിമിതമായ സൗകര്യങ്ങളാണ്, പരിമിതമായ കൂട്ടുകാരാണ് തന്നോടൊപ്പം ഉള്ളത്, അവരെ കൊണ്ട് തന്നെ വിജയിയായി തിരികെ വരുന്ന ദാവീദിനെ നമുക്കിവിടെ കാണുവാൻ കഴിയും. അതേ ദാവീദ് തുടർന്ന് പറയുകയാണ്, ഒരുപക്ഷെ മറ്റുള്ളവർ നമ്മെ ഇങ്ങനെ തള്ളിക്കളഞ്ഞിരിക്കാം. ഇവിടെ
കൂടെ ഉണ്ടായിരുന്നവർ, വിജയിക്കുന്നതിന് ദാവീദിനോടൊപ്പം ഉണ്ടായിരുന്ന 400 പേർ തിരികെ വരുമ്പോൾ പറയുന്നത്, നമ്മൾ പോയി നേടിക്കൊണ്ട് വന്നതിൽ ആ 200 പേരുടെ ഭാര്യമാരായും മക്കളായും ഉള്ളവർ ഒഴികെ അവിടെ നിന്ന് നമ്മൾ നേടിയതായ മറ്റു നന്മകൾ നമ്മളോടൊപ്പം വരാതെ നമ്മിൽ നിന്ന് മാറി നിന്ന 200 പേർക്ക് നൽകരുത് എന്നാണ് അവിടെ ദാവീദിനോട് പറയുന്നത്. ആ ഭാഗത്താണ് ദാവീദ് ഇവിടെ പറയുന്നത്. ഈ എല്ലാം നൽകിയ അല്ലെങ്കിൽ ഈ വിജയത്തിലേക്ക് നമ്മെ നയിച്ച ദൈവമുണ്ട്. അവൻ നമ്മെ ഇത്ര കരുതിയെങ്കിൽ നമുക്ക് കൂടെയുള്ള ബലഹീനരായിരിക്കുന്നവരെ അവരെ കൂടി നമ്മൾ ചേർത്ത് പിടിക്കുകയും അവർക്ക് കൂടി നമ്മുടെ നന്മകൾ പങ്കിട്ട് കൊടുക്കുകയും ചെയ്യേണ്ടവർ അല്ലയോ എന്നാണ്. നമ്മുടെ ജീവിത വിജയത്തിൻ്റെ അടിസ്ഥാനം നമ്മുടെ സൃഷ്ടികർത്താവായിരിക്കുന്ന, നമ്മുടെ ജീവൻ്റെ ഉടയവനായിരിക്കുന്ന ദൈവമാണ്. അവൻ നമ്മളെ എത്രമാത്രം കരുതുന്നു, അവൻ എത്രമാത്രം നമ്മളെ വിജയത്തിലേക്ക് നയിക്കുന്നു, അതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ നന്മ കൊണ്ട് മറ്റുള്ളവരെയും ഇങ്ങനെ വിജയത്തിലേക്കും നന്മയിലേക്കും അനുഗ്രഹത്തിലേക്കും നയിക്കുക എന്നുകൂടി ഉള്ള ഒരു ദൗത്യം നമുക്കുണ്ട് എന്ന് ദാവീദ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നാം നമ്മുടെ ജീവിതങ്ങളെ ദൈവത്തിങ്കൽ സമർപ്പിച്ച് ആ ദൈവത്തിങ്കൽ ധൈര്യപ്പെട്ട് ആ ദൈവത്തിങ്കൽ ആശ്രയിച്ചുകൊണ്ട് വിജയിക്കുന്നവരാകാം. ആ വിജയികളായിത്തീരുന്ന നമ്മൾ നമുക്ക് ഉള്ളവരെ കൂടി ആ നന്മയിലേക്ക് നയിക്കുന്നവരും അവരെ കൂടി ചേർത്ത് പിടിക്കുന്നവരും ആയിത്തീരാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ, വഴി നടത്തട്ടെ. സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും ക്രിസ്തയേശുവിൽ കാത്തു സൂക്ഷിക്കുമാറാകട്ടെ. ആമേൻ. വളരെയധികം ആഴമേറിയ ഒരു ധ്യാന ചിന്തയാണ് നമ്മുടെ മുമ്പിലൂടെ ഇപ്പോൾ കടന്നുപോയത്, അല്ലേ? അടുത്തതായി ഒരു മധുരമേറിയ ഒരു പാട്ട് ആസ്വദിച്ചാലോ? ദൈവസംഗീതത്തിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്നു ഒരു മധുരമായ പാട്ട്. വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദി ചൊല്ലി നാഥനെ വാഴ്ത്തിടുന്നു. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദി ചൊല്ലി നാഥനെ വാഴ്ത്തിടുന്നു. നന്മകളെല്ലാം നൽകിടുന്ന നാഥന്റെ തിരുവചനം ഞാൻ ദിനവും ധ്യാനിച്ചിടും. തിരുനാമം പുകഴ്ത്തിടും.
ദേവസംഗീതത്തിലൂടെ പാട്ട് കേട്ട് എല്ലാവരും ആസ്വദിച്ചിരിക്കുകയാണല്ലേ. എന്നാൽ അടുത്ത സെഗ്മെന്റ് വളരെ ശ്രദ്ധയോടെ നാം വീക്ഷിക്കേണ്ട ഒന്നാണ്. താങ്ങുന്ന തകരുന്ന മനസ്സിനെ കൈക്ക് പിടിച്ചുയർത്തുവാൻ കൗൺസിലിങ്ങിന് കൊണ്ട് സാധിക്കും. അതെ, അടുത്തതായി വരുന്നു സുബിൻസ് കൗൺസിലിംഗ് ടോക്ക്. നിങ്ങൾക്കേവർക്കും കൗൺസിലിംഗ് ടോക്കിലേക്ക് സ്വാഗതം. ടൈം മാനേജ്മെൻറ്റ്, സമയത്തെ ക്രമീകരിക്കേണ്ടത് എങ്ങനെ എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ, ചർച്ച ചെയ്യുവാൻ ആഗ്രഹിക്കുക. ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയാണ്. ഇന്ന് ഒരുപാട് പേരുടെ സമയത്തെ നഷ്ടപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ഒരുപാട് സമയം മനുഷ്യർക്ക് നഷ്ടപ്പെടുത്തുന്ന സമയം കൊല്ലികളായിട്ട് സോഷ്യൽ മീഡിയ മാറിയിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം എന്ന് പറയുവാൻ നമുക്ക് സാധ്യമല്ല, അത് സാധ്യവുമല്ല. അതുകൊണ്ട് ഒന്നാമത്തെ ടൈം മാനേജ്മെൻറ്റിൻ്റെ ശീലം, തത്വം എന്ന് ഇന്നത്തെ കാലത്ത് പറയുന്ന കാര്യമെന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കേണ്ട സമയം എത്രയാണ് എന്ന് തീരുമാനിക്കുക. ഞാൻ എക്സ്, ഇപ്പോൾ ട്വിറ്റർ പേര് മാറ്റി എക്സ് എന്നാക്കിയല്ലോ, അതുപോലെ തന്നെ ഇൻസ്റ്റ, അതുപോലെ തന്നെ ഫേസ്ബുക്ക്, അങ്ങനെ ഒരുപാട് സോഷ്യൽ മീഡിയകൾ, അതുപോലെ തന്നെ യൂട്യൂബ്, ഒരുപാട് സോഷ്യൽ മീഡിയകൾ നമ്മുടെ ചുറ്റുമുണ്ട്. വാട്സാപ്പ് തുടങ്ങി ഒരുപാട് സോഷ്യൽ മീഡിയകളുണ്ട്. അതിന് മൊത്തത്തിൽ, ഓരോന്നിനുമല്ല, മൊത്തത്തിൽ സമയം നമ്മൾ തീരുമാനം. സോഷ്യൽ മീഡിയയ്ക്ക് ഇത്ര സമയം എന്ന് കൃത്യമായ സമയം, പഠനത്തിന് കൃത്യമായ സമയം സൂക്ഷിക്കണമെന്ന് നമ്മൾ പലപ്പോഴും കുഞ്ഞുങ്ങളോട് പറയാറുണ്ട്. എന്നാൽ സോഷ്യൽ മീഡിയയ്ക്ക് നമ്മൾ അങ്ങനെ ഒരു പരിധിയൊന്നും വെച്ചിട്ടില്ല. രാവിലെ കണ്ണ് തുറക്കുമ്പോൾ സോഷ്യൽ മീഡിയ, ഉറക്കാൻ പോകുമ്പോൾ സോഷ്യൽ മീഡിയ, ബാത്റൂമിൽ പോയാലും സോഷ്യൽ മീഡിയ, പുറത്ത് വരുമ്പോൾ സോഷ്യൽ മീഡിയ, നമ്മൾ യാത്ര തുടങ്ങിയാൽ സോഷ്യൽ മീഡിയ, യാത്രയ്ക്ക് സോഷ്യൽ മീഡിയ, തിരിച്ച് എത്തുമ്പോൾ സോഷ്യൽ മീഡിയ, ജോലി സമയത്ത് സോഷ്യൽ മീഡിയ. അങ്ങനെ സോഷ്യൽ മീഡിയ ജീവിതത്തിൻ്റെ സെക്കൻഡ് സ്കിന്നായിട്ട് ഒഴിച്ചു മാറ്റാൻ പറ്റാത്ത ഒരു വസ്തുവായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കത് ഒഴിവാക്കണമെന്ന് പറയാൻ സാധ്യമല്ല. ചെയ്യേണ്ട കാര്യം ഇതാണ്: എത്ര സമയം മുതൽ എത്ര സമയം വരെ ഒരു ദിവസം ഞാൻ ഉപയോഗിക്കും എന്നുള്ള തീരുമാനം എടുക്കേണ്ടത് ടൈം മാനേജ്മെൻറ്റിന് ഏറ്റവും അത്യാവശ്യമാണ്. രണ്ടാമത്തെ കാര്യം, ഓരോ ദിവസത്തെയും പ്ലാൻ ചെയ്യുക. സാധാരണയായിട്ട് മനുഷ്യർ ഒരു വർഷത്തെ പ്ലാൻ ചെയ്യും, ഒരു വർഷം ചെയ്യേണ്ട കാര്യങ്ങൾ പ്ലാൻ ചെയ്യും, 5 വർഷം ചെയ്യേണ്ട കാര്യങ്ങൾ പ്ലാൻ ചെയ്യും, 10 വർഷം ചെയ്യേണ്ട കാര്യങ്ങൾ പ്ലാൻ ചെയ്യും. തീർച്ചയായും ആവശ്യമാണ്. എന്നാൽ ദിവസവുമുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യേണ്ടത് ടൈം മാനേജ്മെൻറ്റിന് ആവശ്യമാണ്. ഒരു ഡയറി എടുത്തിട്ട് നാളെ ഞാൻ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് പ്രയോറിറ്റൈസ് ചെയ്യുക. ഒന്നാമത്, രണ്ടാമത്, മൂന്നാമത്, നാലാമത്, അഞ്ചാമത് എന്ന് നാളെ ചെയ്യേണ്ടത് പ്രധാനപ്പെട്ട 10 കാര്യങ്ങൾ എഴുതി വയ്ക്കുക. അതാദ്യം ചെയ്തു തീർക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് മിച്ച സമയം കിട്ടും. അപ്രധാനമായ കാര്യങ്ങളിൽ ഉടക്കിക്കിടക്കാതെ, അല്ലെങ്കിൽ അപ്രധാനമായ കാര്യങ്ങൾ ഒരുപാട് ചെയ്ത് സമയം പാഴാക്കാതെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് നിങ്ങളുടെ ജീവിതത്തെ കുറേ കൂടെ മെച്ചപ്പെടുത്തുവാനായിട്ട്, ടൈം കുറേ കൂടി നന്നായിട്ട് മാനേജ് ചെയ്യുവാനായിട്ട് നിങ്ങൾക്ക് അതുവഴി സാധിക്കും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇമോഷണൽ ഡ്രെയിൻ ചെയ്യുന്ന ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിനെ മതിച്ചു കൊണ്ടിരിക്കും. വീണ്ടും അത് കയറി വന്ന് അയ്യോ കഷ്ടമായി പോയി, അല്ലെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് നമ്മൾ വ്യാകുലപ്പെടാറുണ്ട്, അല്ലെങ്കിൽ സന്തോഷിക്കാറുണ്ട്. എന്തായിരുന്നാലും ശരി, ഇമോഷണലായിട്ട് നമ്മൾ ഒരുപാട് ഡ്രെയിൻ ചെയ്യാറുണ്ട്, നമ്മുടെ ശക്തിയെ ഇമോഷണലായിട്ട് ചോർത്തിക്കളയാറുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നതിൽ നിന്ന് അകന്ന് നിൽക്കുക. അത് നമ്മുടെ ജീവിതത്തിൽ ടൈം മാനേജ്മെൻറ്റിന് ഒരുപാട് സഹായിക്കും. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, ജീവിതത്തിൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെക്കുറിച്ച് വേവലാതിപ്പെടരുത്. നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുമുണ്ട്, കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുക. കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് മനുഷ്യർ കൂടുതൽ ചിന്തിക്കുന്നത്. അതിനെക്കുറിച്ച് അന്തം വിട്ടുകൊണ്ട് നടക്കും, വേവലാതിപ്പെട്ടുകൊണ്ട് നടക്കും, വ്യാകുലപ്പെട്ടുകൊണ്ട് നടക്കും, സങ്കടപ്പെട്ടുകൊണ്ട് നടക്കും, കരഞ്ഞുകൊണ്ട് നടക്കും. അങ്ങനെ നിങ്ങളെക്കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ദൈവത്തിൻ്റെ കയ്യിൽ കൊടുക്കുക. ദൈവം തീരുമാനിക്കേണ്ടത് അതിൻ്റെ കാര്യങ്ങൾ. നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചതുകൊണ്ട്, നമ്മൾ സാധാരണ ഈ തമാശയ്ക്ക് പറയല്ലോ, ഓർത്താൽ ഒരു അന്തവുമില്ല, ഓർത്തില്ലൊരു കുന്തവുമില്ല എന്ന്. അങ്ങനെ പലപ്പോഴും ഓർത്തില്ലെങ്കിൽ ഒരു കുന്തവുമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ അന്തമില്ലാതെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങൾക്ക് ഒരുപാട് ടൈം മാനേജ് ചെയ്യുവാനായിട്ട് സാധിക്കും. അഞ്ചാമത്തെ കാര്യമെന്ന് പറയുന്നത്, നെഗറ്റീവ് പീപ്പിളിനെ, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ആളുകളെ, ടോക്സിക് ആയിട്ടുള്ള ആളുകളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക. ചിലപ്പോൾ നമ്മൾ പറയും, അങ്ങനെയുള്ള ആളുകൾ എൻ്റെ ജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഇടങ്ങളിലാണ് ഇരിക്കുക, അങ്ങനെയുള്ളവരെ എനിക്ക് ഒഴിവാക്കാൻ സാധിക്കും. ശരി, അങ്ങനെയാണ് എങ്കിൽ അവരുമായിട്ട് കൺഫ്രണ്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അവരുമായിട്ട് യുദ്ധം ചെയ്യുന്ന അവസരങ്ങൾ, അവരുമായിട്ട് ഇടപെടുന്ന അവസരങ്ങൾ പരമാവധി കുറയ്ക്കുവാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളുടെ സമയത്തെ ഒരുപാട് സേവ് ചെയ്യാനായിട്ട് സഹായിക്കും. അല്ലെങ്കിൽ അവരുമായിട്ട് യുദ്ധം ചെയ്ത് അതിൻ്റെ വേദനയും സങ്കടത്തിലുമായിരിക്കും നിങ്ങളുടെ ജീവിതം മുഴുവനും. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സമയം പാഴാകും, വെറുതെ പാഴാകും. അതുകൊണ്ട് നെഗറ്റീവായിട്ടുള്ള ആളുകളെ, ടോക്സിക് ആയിട്ടുള്ള ആളുകളെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുകയോ അല്ലെങ്കിൽ നിലയ്ക്ക് നിർത്താനോ നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. അടുത്ത കാര്യമെന്ന് പറയുന്നത്, പഴയ തെറ്റുകളെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുന്ന, ഗിൽറ്റി കോൺഷ്യസ് എന്ന് പറയും അല്ലേ, നമ്മുടെ തെറ്റുകളെക്കുറിച്ചുള്ള ചിന്തകൾ വീണ്ടും വ്യാകുലപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ വീണ്ടും പേർത്ത് ഉള്ളിലേക്ക് തികട്ടി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളെ ഒഴിവാക്കുക. അതിൽ തന്നെ ജീവിച്ചുകൊണ്ട് നമുക്ക് മുന്നിലേക്ക് പോകാൻ സാധ്യമല്ല. അതുകൊണ്ട് ഗിൽറ്റി കോൺഷ്യസ്, അല്ലെങ്കിൽ പഴയ തെറ്റുകളെക്കുറിച്ചുള്ള ഓർമ്മകളെ പൂർണ്ണമായിട്ട് നമ്മുടെ മനസ്സിൽ നിന്ന് പുറമായിട്ട് മാറാൻ സാധിച്ചെങ്കിൽ കഴിവതും അതിനുവേണ്ടി പരിശ്രമിക്കുക. തീർച്ചയായിട്ടും അത് നിങ്ങളുടെ സമയത്തെ
മെച്ചപ്പെടുത്തുവാനായിട്ട് അല്ലെങ്കിൽ ടൈം മാനേജ്മെൻറ്റിനെ മെച്ചപ്പെടുത്തുവാനായിട്ട് നിങ്ങളെ ഒരുപാട് സഹായിക്കും. അടുത്ത കാര്യം എന്ന് പറയുന്നത് മറ്റുള്ള കാര്യങ്ങൾ നോക്കാതെ സ്വന്തം കാര്യങ്ങളെ ഫോക്കസ് ചെയ്യുക. പലപ്പോഴും നമ്മൾ അടുത്തവൻ എന്ത് ചെയ്യുന്നു, അടുത്തവൾ എന്ത് ചെയ്യുന്നു, അവരുടെ ജീവിതം അങ്ങനെയായിരിക്കും, അവർക്ക് നല്ല നന്മയുണ്ട്, അവർക്കൊരു അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്, അവർക്ക് ഇന്നത് കിട്ടി, അവർക്ക് അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ ചിന്തിച്ച് അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളിൽ തലയിട്ടുകൊണ്ട് അല്ലെങ്കിൽ പോക്കിംഗ് ദോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മൂക്ക് അതിനകത്ത് ഇട്ടുകൊണ്ടെന്ന് പറയാറുണ്ട്, ഇംഗ്ലീഷ് ചൊല്ല് തന്നെയുണ്ട്. അങ്ങനെ നമ്മൾ അതിനകത്ത് ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധ ചെലുത്താതിരിക്കുന്നു. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ടൈം മാനേജ്മെൻറ്റ് ശരിക്കും ചെയ്യണമെങ്കിൽ മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നതിന് പകരം നമ്മളെ തന്നെ ശ്രദ്ധിക്കാനായിട്ട് പഠിക്കുക. അതിനോടൊപ്പം ചേർന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ പ്രധാനപ്പെട്ട ഫോക്കസ് നമ്മൾ തന്നെ ആയിരിക്കും. ദൈവം കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ പ്രധാന ഫോക്കസ് നമ്മൾ തന്നെ ആയിരിക്കണം. എൻ്റെ ജീവിതം, എൻ്റെ ആരോഗ്യം, എൻ്റെ കുടുംബം, അതായിരിക്കണം നമ്മുടെ ഫോക്കസ്. നമ്മുടെ വിദ്യാഭ്യാസം അതായിരിക്കണം ഫോക്കസ്. അതിലോട്ട് നമ്മൾ ശ്രദ്ധ ചെലുത്തുമ്പോഴേക്കും നമുക്ക് ഒരുപാട് സമയം സേവ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം നമ്മൾ മറ്റല്ല നമ്മുടെ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ ചിതറിച്ച് കളയുന്ന കാര്യങ്ങളാണ്. ചിതറിച്ച് കളയുന്ന കാര്യങ്ങളിൽ നിന്നും ഒരുമുഖപ്പെടുത്തുന്ന കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ സമയം മാനേജ് ചെയ്യാനായിട്ട് കൂടുതൽ മെച്ചപ്പെട്ട് നമ്മുടെ സമയത്തെ നല്ല ക്രിയാത്മകമായി ഉപയോഗിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ഈ ചിന്ത നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾക്ക് എഴുതുക. മറ്റൊരു നല്ല വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. വളരെ അർത്ഥവത്തായതും നമ്മെ ഏറെ ചിന്തിപ്പിക്കുന്നതുമായ ഒരു ടോക്കായിരുന്നു സുബിൻ അച്ഛൻ്റെ വാക്കുകളിലൂടെ നമ്മൾ കേട്ടത്. അതെ, നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും അവയെ പ്രാവർത്തികമാക്കുവാൻ നമുക്ക് ഏവർക്കും കഴിയട്ടെ. അടുത്ത് നമ്മുടെ കൊച്ചു കൂട്ടുകാർ കാത്തിരുന്ന സെഗ്മെന്റിലേക്കാണ് കടക്കുന്നത്. ഹലോ കൂട്ടുകാരെ, സുഖമായിരിക്കുന്നോ? എല്ലാവരും സന്തോഷമായിരിക്കുന്നോ? അപ്പോൾ എനിക്ക് നിങ്ങളോട് ഇന്നും കഥ പറയാനായിട്ട് വരാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കഥ ഇഷ്ടമാണല്ലോ, എനിക്ക് നിങ്ങളോട് കഥ പറയാനും ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയ കഥ പഠിക്കാൻ പോവുകയാണ് കേട്ടോ. ഒരിക്കൽ 2 കൂട്ടുകാർ ഒരുമിച്ചൊരു യാത്ര പോയി. യാത്രയെല്ലാം കഴിഞ്ഞ് അവർ മടങ്ങി അവരുടെ വീട്ടിലേക്ക് വരികയാണ്. വരാൻ സമയത്ത് അവർ നടന്നാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ നടന്നു വന്നുകൊണ്ടിരുന്ന സമയത്ത് സന്ധ്യയായപ്പോൾ ഇരുട്ട് വീണപ്പോൾ മുമ്പോട്ട് നടക്കണമെങ്കിൽ ഇനി വെളിച്ചം വേണം. ഉടനെ ഒരാൾ തൻ്റെ കയ്യിലെ ടോർച്ചെടുത്ത് തെളിച്ചു. ടോർച്ചറിയാലോ, വെട്ടം തെളിക്കുന്ന. അപ്പോൾ അങ്ങനെ ടോർച്ചെടുത്ത് തെളിച്ചപ്പോൾ ആ വെട്ടത്തിൽ 2 പേര് സന്തോഷത്തോടെ നടന്ന് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ മുമ്പോട്ട് പോയപ്പോൾ വഴി 2ആയി തിരിഞ്ഞു. ഒരാൾക്ക് പോകേണ്ടത് ഇടത്തേക്കുള്ള വഴിയിലൂടെയാണ്, മറ്റേയാൾക്ക് പോകേണ്ടത് വലത്തേക്കുള്ള വഴിയിലൂടെ. ഈ വലത്തേക്കുള്ള വഴിയിലൂടെ പോകേണ്ട ആൾ അദ്ദേഹത്തിൻ്റെ കരങ്ങളിലെ ടോർച്ചടിച്ച് ടാറ്റാ പറഞ്ഞ് വലത്തേക്ക് പോയി. മറ്റേ ആൾ ഇടത്തേക്ക് പോകേണ്ട ആൾ അവിടെ നിന്നു. എന്താണെന്നറിയാമോ? അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് തൻ്റെ കരങ്ങളിൽ ടോർച്ച് വെട്ടമില്ല. ഇനി എനിക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ വെളിച്ചം കൂടിയേ തീരൂ. എന്നാൽ തൻ്റെ കയ്യിൽ വെളിച്ചമില്ല. അദ്ദേഹം ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചു, എനിക്ക് മുമ്പോട്ട് പോകാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട് എനിക്ക് കഴിയാതെ പോയി? ഇരുട്ട് വീഴുമ്പോൾ എന്തു ചെയ്യണമെന്ന് ആലോചിച്ച് തീരുമാനമെടുത്ത് എനിക്കത് കരുതാൻ കഴിയാതെ പോയത് കൊണ്ട് തന്നെ എന്നുള്ളതാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇതൊരു കുഞ്ഞു കഥയാണ്. പക്ഷേ ഇവിടെ ഒരു വലിയ കാര്യം നമ്മൾ പഠിക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ? നമ്മുടെയൊക്കെ ജീവിതയാത്ര ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിൽ വെളിച്ചത്തിൻ്റെ അനുഭവങ്ങൾ മാത്രമല്ല, ഇരുൾ നിറഞ്ഞ അനുഭവങ്ങളും കടന്നു വരിക തന്നെ ചെയ്യും. ഇരുട്ടിൻ്റെ അനുഭവങ്ങൾ കടന്നു വരും എന്ന് പറഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു സങ്കടങ്ങളാകട്ടെ, കുഞ്ഞു കുഞ്ഞു വേദനകളാകട്ടെ, കുഞ്ഞു കുഞ്ഞു പ്രയാസങ്ങളാകട്ടെ, അത് രോഗമാകാം, കടഭാരങ്ങളാകാം, എന്തെല്ലാം പ്രയാസങ്ങളോ നമുക്ക് വന്നെന്നിരിക്കും അല്ലേ. ചിലപ്പോൾ പരീക്ഷകളിൽ നമ്മൾ തോറ്റുപോകും. ചില പരീക്ഷകളിൽ ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം എഴുതാൻ പഠിച്ചിട്ടും അത് ഓർമ്മയിൽ വരാതെ പോകും. ഇങ്ങനെയൊക്കെയുള്ള സങ്കടങ്ങളൊക്കെ വരും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ നമ്മൾ തളർന്നു പോകരുത് എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഇരുട്ടിൻ്റെ മധ്യേ, അങ്ങനെയുള്ള പ്രയാസങ്ങളുടെ മധ്യേ നമ്മൾ തളർന്നു പോകരുത്. നമ്മളാരാണ്? നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ് അല്ലേ. യേശുപ്പച്ചൻ നമ്മളോട് പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചം, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചം എന്ന് യേശുപ്പച്ചൻ പറഞ്ഞു അല്ലേ. അപ്പം നമ്മൾ ഓരോരുത്തരും ലോകത്തിൻ്റെ വെളിച്ചമാണ്. കാരണം ലോകത്തിൻ്റെ വെളിച്ചമാണ് യേശുപ്പച്ചൻ. ആ യേശുപ്പച്ചൻ്റെ മക്കളാണ് നമ്മൾ. അപ്പോൾ നമ്മുടെ ഉള്ളിൽ യേശുപ്പച്ചൻ ഉണ്ടെങ്കിൽ നമ്മളും വെളിച്ചമുള്ളവരായി മാറും.
അപ്പോൾ യേശുപ്പച്ചൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്. നമ്മളും വെളിച്ചമുള്ളവരാകെ മാറണം. യേശുപ്പച്ചൻ നമ്മുടെ ഉള്ളിലുണ്ടാവണം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, വെളിച്ചത്തിൻ്റെ മക്കളായി നടക്കാൻ നമുക്ക് കഴിയട്ടെ. അപ്പോൾ നിങ്ങളെല്ലാവരും നല്ല മക്കളായി, വെളിച്ചത്തിൻ്റെ മക്കളായി, സന്തോഷമുള്ള മക്കളായി, എല്ലാ ഇരുട്ടിനെയും അതിജീവിക്കുന്ന മക്കളായി മാറാൻ ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇന്ന് ചോദ്യമുണ്ട്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് യേശുപ്പച്ചൻ പറഞ്ഞ വാക്യം ഏത് പുസ്തകം, എത്രാമത്തെ അധ്യായം, എത്രാമത്തെ വാക്യം? കണ്ടുപിടിച്ച് ഉത്തരം പറയുക. നിങ്ങൾക്ക് സമ്മാനമുണ്ട്. അപ്പോൾ ബൈ ബൈ, ടാറ്റാ, ഓക്കേ. നമ്മുടെ കുട്ടിയോളും ഞാനും എന്ന സെഗ്മെന്റ് നമ്മുടെ കൊച്ചു കൂട്ടുകാർ വളരെയധികം ശ്രദ്ധയോടെ വീക്ഷിച്ചപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? അങ്കിൾ ചോദിച്ച ആ ഒരു ചോദ്യത്തിനുള്ള ശരിയായിട്ടുള്ള ഉത്തരം എത്രയും വേഗം ഞങ്ങൾക്ക് അയച്ചു തരിക. അയച്ചു തരാനുള്ള ഫോൺ നമ്പറും വാട്സപ്പ് നമ്പറും ഒക്കെ ഞങ്ങളുടെ പ്രോഗ്രാമിന് അവസാനം നിങ്ങൾ അറിയിക്കുന്നതാണ്. അപ്പോൾ ശരി ഉത്തരം അയക്കുന്ന കൂട്ടുകാർക്ക് സമ്മാനവും ലഭിക്കുന്നതാണ്. നമ്മുടെ പ്രോഗ്രാമിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ദൈവസന്നിധി, നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനയിലേക്ക് ഒരുങ്ങാം. പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനിത്യമാനുമായ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, ലോകത്തിലായിരിക്കുന്ന എല്ലാ സുവിശേഷ പ്രവർത്തകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തിരുവചനങ്ങൾ ഞങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ പുറപ്പെട്ട പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സകല ജാതികളെയും ശിഷ്യരായിക്കൊള്ളുവിൻ എന്ന് അരുളി ചെയ്ത കർത്താവെ, അങ്ങയുടെ ആജ്ഞാപ്രകാരം നല്ല രീതിയിൽ ശുശ്രൂഷ ചെയ്യുവാൻ ഓരോ പ്രവർത്തകരെയും അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വചനം കൂടുതലായി മറ്റുള്ളവരെ അറിയിക്കുവാനും അനേക ആത്മാക്കളെ ദൈവത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുവാൻ തക്കവണ്ണം അവരിലൂടെ അങ്ങ് പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേകർക്ക് വെളിച്ചമായി, അനേകർക്ക് നന്മയായി, അനേകർക്ക് സൗഖ്യമായി ലഭ്യമാകുവാൻ തക്കവണ്ണം അങ്ങയുടെ സുവിശേഷം നേരോടും അനുഗ്രഹത്തോടും കൂടി മറ്റുള്ളവരെ അറിയിപ്പാൻ തക്കവണ്ണം ഓരോ സുവിശേഷ പ്രവർത്തകരെയും അങ്ങ് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് തന്നെ ഓരോരുത്തരെയും കാത്തുകൊള്ളണം. അവരുടെ സുവിശേഷ പ്രവർത്തനങ്ങൾ ആത്മീയമായ ചൈതന്യത്തോടുകൂടി, നന്മയോടുകൂടി, ആത്മാവിലും സത്യത്തിലും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നിർവഹിക്കുവാൻ തക്കവണ്ണം അങ്ങിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു രക്ഷകൻ്റെ ധന്യമുള്ള നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. ഇന്നത്തെ പ്രോഗ്രാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇത്രയും നേരം ഞങ്ങളോടൊപ്പം കൂടെയുണ്ടായിരുന്ന എല്ലാ പ്രേക്ഷകർക്കും നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഉത്തരങ്ങളും ഞങ്ങളെ അറിയിക്കുക. Our new address, Christian Media Center, number 105, Pantheon Road, 2nd floor, Egmore, opposite to Egmore Museum, Chennai, 600008. Our phone number 044 2432 0488.